ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സ്മി വൈഷുസ്കൾ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹേസുവിൻ്റെ ആണ് കാതുകുത്തെങ്കിലും ഇവിടെ ഒരുങ്ങണത് തുമ്പിമോളാണ് കേട്ടോ. ആദ്യമേ പ്ലാൻ ചെയ്തിട്ടുള്ളൊരു ഒരുക്കല്ലായിരുന്നു. ഞാൻ എന്തോ ഒരു ഉടുപ്പിടിക്കാന്നാണ് വിചാരിച്ചത്. പക്ഷെ പിന്നെ പട്ടുപാടയായി, പിന്നെ കണ്ണെഴുതലായി, പൊട്ടുതോടലായി, അവസാനം ഇതാ ഈ ലുക്കിലെത്തി. ചില സമയം ഇങ്ങനെയാണ് കേട്ടോ, തുമ്പി നന്നായി അടങ്ങി ഒതുങ്ങി വെച്ചരും. കണ്ണെഴുതുന്നത് മൂപ്പത്തിക്ക് വലിയ ഇഷ്ടമില്ല. കാരണം കുറച്ചു നേരം കണ്ണടച്ച് കിടക്കണമല്ലോ, അതിനൊന്നുള്ള ക്ഷമ ഞങ്ങൾക്കില്ല. പക്ഷെ ഇന്ന് ഞാൻ ഭീഷണിപ്പെടുത്തിയും കുറച്ചൊക്കെ അവൾ സമ്മതിച്ചിട്ടും ഒക്കെ എങ്ങനെയൊക്കെയോ കണ്ണെഴുതി ഒപ്പിച്ചു. അങ്ങനെ ഈ ഒരു ലുക്കായപ്പം എനിക്ക് തോന്നിയൊരു മാലയും കൂടെ ആവാന്ന്. അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു മാലയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ പ്രിയേച്ചിയുടെ, കൃഷ്ണപ്രിയേച്ചിയുടെ ലൈഗർ ബൈ പ്രിയ എന്ന് പറഞ്ഞുള്ള ഇൻസ്റ്റാ പേജിൽ നിന്നാണ് കേട്ടോ ഞാനത് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം അടിപൊളിയാണ്. ആൻഡ് എല്ലാ ലുക്കും അങ്ങോട്ട് ആയപ്പോൾ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ അങ്ങോട്ട് എടുത്തു കേട്ടോ. അപ്പോൾ കറക്റ്റ് മഴ പെയ്തപ്പോൾ പിന്നെ എന്ത് ചെയ്തു, നമ്മൾ റീൽസിലേക്ക് വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഷോർട്സ് ഒക്കെ എടുത്ത് വെച്ച്. എനിക്ക് എന്താ അറിയില്ല, തുമ്പീൻ്റെ ഇന്നത്തെ ലുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒന്നാമത് മുടി ഇങ്ങനെ നന്നായി പിന്നിലോട്ട് വാരി വെച്ചുകൊണ്ടായിരിക്കും, ഫേസിനാണ് നല്ലൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ ഹെയർ സ്റ്റൈൽസ് ഓരോന്നോരോന്ന് പരീക്ഷിക്കുകയാണല്ലോ നമ്മളെ മെയിൻ പരിപാടി. ബൈ ദ ബൈ നമ്മൾ വിഷയത്തിൽ നിന്നും തെന്നി മാറുന്നു. ഇന്ന് നമ്മുടെ ഹേസുവിൻ്റെ കാതുകുത്താണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി പോകാൻ റെഡിയാവാണ്. അമ്മയും അച്ഛനൊന്നും വരുന്നില്ല. അച്ഛൻ ഈ കൈ കൊണ്ട് പുറത്ത് പോകുന്നത് അത്ര ഈസി അല്ല, അതുകൊണ്ടാണ് അച്ഛൻ വരാത്തത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും പോയി കുത്തിയിട്ട് വരാം. ഞാനും തുമ്പമ്മ ഇന്ന് ട്വിന്നിങ് ആണ് കേട്ടോ. ആക്ച്വലി ഈ ഒരു ഡ്രസ്സ് അമ്മയുടെ, അതായത് റീനമ്മയുടെ സാരി വെച്ച് തയ്ച്ചതാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു കോംബോ. ഇത് ഞങ്ങളെ അമ്പലത്തിൽ ഉത്സവത്തിൻ്റെ സമയത്ത് തയ്പ്പിച്ചതായിരുന്നു. അങ്ങനെ ഇതാ എല്ലാവരും റെഡിയായി പോകാൻ നിൽക്കുകയാണ്. ഇവിടെ അടുത്ത് തന്നെ കെട്ടാങ്ങലാണ് പോകുന്നത്. നമ്മൾ റിയോണ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, നമ്മുടെ സ്വന്തം റിയോണ, അവിടെയാണ് നമ്മൾ പോണത് കേട്ടോ. ഇതിൻ്റെ ആഡാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. കെട്ടാങ്കിൽ ബിഗ് മാർട്ടിന് നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളവിടെ പോവാണ് ഗായ്സ്. ഹേസു നല്ല ബ്ലാക്ക് ഡ്രസ്സിൽ സുന്ദരി കുട്ടിയായിട്ടുണ്ട്. അപ്പം അല്ലുവിനെയും തുമ്പി ഞങ്ങൾക്കൊക്കെ പനി, വൈശാട്ടിന് നല്ല അടിപൊളി പനിയാണ് കേട്ടോ. അപ്പം നല്ല പനി വെച്ചാൽ ഞങ്ങളതൊന്നും ഒരു പനിയല്ല, വൈശാട്ടിന് അങ്ങനെയും പനിച്ച് വിറച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ തന്നെ പോണത്. ഹേസുവിന് ചെറുതായിട്ട് റണ്ണിങ് നോസ് ഉണ്ട്, ചെറിയ രീതിക്ക് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി കണ്ണാടി കിട്ടിയ പിന്നെ നമ്മൾ വിടുമോ, ഞങ്ങളവിടെ പോയി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു ഗൈസ്. ഹേസു മോൾ എന്തൊരു ആർക്കോ എന്തോ എടുക്കാൻ വേണ്ടി വന്നു എന്നുള്ള മട്ടിലാണ് എൻ്റെ കുട്ടി ഇരിക്കുന്നത്. പക്ഷെ പാവൻ്റെ കുട്ടി അറിയണില്ലല്ലോ കുട്ടീനെ കുത്താനാണ് വന്നിരിക്കണതെന്ന്. എന്തായാലും കുട്ടി കാര്യമായിട്ട് ഇരിക്കണം. ഇങ്ങനെ ഇരുത്തിയതിൻ്റെ കുറച്ച് നേരമൊക്കെ ഇരുന്നോളൂ കേട്ടോ. തിരിച്ച് നമ്മൾ നോർമലി എടുക്കൂലേ, അതൊക്കെ അത്ര ഇഷ്ടമല്ല. ഇന്ന് ഞങ്ങൾ കണ്ണെഴുതലും ഒന്നും ചെയ്തിട്ടില്ല. കണ്ണെഴുതലും പൊട്ടുകൊട്ടിയില്ല, കണ്ണെഴുതിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ണ് അവളെപ്പോഴും എഴുതിക്കും, പൊട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഞങ്ങൾ ഇടിയിക്കാറുള്ളൂ കേട്ടോ. അങ്ങനെ ഗൈസ്, ഞങ്ങൾ കാത് കുത്താനുള്ള പ്ലാനിങ്ങിലാണ്. അവിടെ ഓൾറെഡി മൂക്ക് കുത്താൻ കുറേ ചേച്ചിമാരുണ്ടായിരുന്നു. അപ്പോൾ അവരുടേതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്കിനി തുടങ്ങാൻ വേണ്ടി. നല്ല കസ്റ്റമർ സർവീസാണ് കേട്ടോ ഇവിടെ. പിന്നെ ഒരുപാട് ലൈറ്റ് വെയ്റ്റ് ഓർണമെൻറ്റ്സ്, വളരെ നല്ലൊരു കളക്ഷൻ തന്നെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നൈസായിട്ട് ഞങ്ങളുടെ വീഡിയോസൊക്കെ ഒന്ന് എടുക്കുകയാണ് കേട്ടോ. ആക്ച്വലി കണ്ണാടി, ഈ ലൈറ്റ്, ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ വെറുതെ വിടില്ല ഗൈസ്. അപ്പോൾ ഞാൻ ഏട്ടനോട് പറയുകയും ചെയ്തു, നമ്മളൊരു വീടുണ്ടാക്കണം, റൂം മൊത്തം നമ്മളിങ്ങനെ സെറ്റ് ചെയ്യണം, ഇങ്ങനെ കുറേ കണ്ണാടി, അതിൻ്റെ ഉള്ളിൽ ലൈറ്റ്, ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇൻറ്റീരിയർ ചെയ്ത് സെറ്റാക്കണം എന്നൊക്കെ ഞാൻ ഓൺ ദി സ്പോട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഇതുപോലത്തെ കണ്ണാടി മതി എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മിറർ സെൽഫീസ്, മിറർ വീഡിയോസ് എടുക്കാനും. അതുപോലെ ഈ ഒരു ലൈറ്റ്, അതായത് ഒരു എന്താ പറയുക, ഒരു യെല്ലോയിഷ് ടിഞ്ചുള്ളൊരു ലൈറ്റ് ഇല്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തുമ്പമ്മ അവിടെ നിന്ന് കിട്ടിയ മിഠായിൻ്റെ കാര്യത്തിൽ കാര്യമായിട്ട് കടിച്ച് തൂങ്ങുന്നുണ്ട്. വൈശാഖേട്ടൻ എന്താ ഇങ്ങനത്തെ ഭാവത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീരെ വയ്യട്ടോ. ഞാൻ വിളിച്ചത് കൊണ്ട് പിന്നെ ഏട്ടനൊന്നും പറയണ്ട, പുല്ലുകൾ എടുത്തിട്ട് പോട്ടെ എന്ന് വെച്ചിട്ട് നിൽക്കും. കാരണം അത്ര ക്ഷമ ഉണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അപ്പോൾ തീരെ വയ്യായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ വിളിച്ചു വരുത്തിയത് എനിക്കെൻ്റെ പാവം തോന്നിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഏട്ടൻ വയ്യത് മൂക്കടിച്ച് മൂപ്പർ സൈഡായറില്ല. അതുപോലെ ഞാൻ പിന്നെ തളർന്ന് കിടക്കുകയാണെങ്കിലും വീഡിയോ എടുക്കാണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ പൊങ്ങി വരും കേട്ടോ. എനിക്കും ചെറുതായിട്ട് പനിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഹേസു ഇത് അവിടെ ആട്ടത്തിലാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിന്നെ എൻ്റെ പ്രൊമോഷൻ വർക്ക് കുറച്ച് അവിടെ നിന്ന് തന്നെ ചെയ്യട്ടെ വിചാരിച്ചിട്ട് കുറച്ച് പിന്നെ ഇയറിങ്സിൻ്റെയും അതുപോലെ നെക്ക് പീസിൻ്റെയൊക്കെ കുറച്ച് വീഡിയോ ക്ലിപ്സ് എടുത്തു വെച്ചു. എന്നിട്ട് ഞാൻ അവിടുത്തെ ചേട്ടനോട് പറഞ്ഞു, ഇനി ഞാൻ പ്രൊമോഷൻ ചെയ്യാനുള്ളതൊക്കെ സാധനമൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടെ നിന്ന് വീഡിയോ എടുക്കലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വന്നോളി എന്നൊക്കെ പറഞ്ഞിട്ടോ. നല്ല കസ്റ്റമർ സർവീസാണ് കേട്ടോ. ഇത് പറഞ്ഞുകൊണ്ടല്ല, എന്നാലും ഞാൻ പറയാൻ കേട്ടോ. അങ്ങനെ തുമ്പം അവിടെ ഓടി നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ ആഡ് ഷൂട്ട് ചെയ്യാൻ വന്ന സമയത്താണ് ഇവരെയൊക്കെ പരിചയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ തൊട്ടുള്ള കമ്പനിയാണ്. പക്ഷെ എന്തോ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആയൊരു ഫീലാണ് കേട്ടോ. അതല്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണല്ലോ, എവിടെ കൊണ്ടുപോയിട്ടാലും അവിടുന്ന് കുറച്ച് ഫ്രണ്ട്സായിട്ടേ നമ്മൾ തിരിച്ചു വരത്തുള്ളൂ കേട്ടോ. ആദ്യമേ അറിയണമെന്നൊന്നും എനിക്ക് ഒരു നിർബന്ധമില്ല. കൊണ്ടുപോയി അവിടെ ആക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഞാൻ ഫ്രണ്ട്സ് ആയിക്കോളും. അങ്ങനെ നമ്മൾ ഹേസുവിൻ്റെ കാതിൽ മാർക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ ഹേസുവാണെങ്കിൽ തീരെ സമ്മതിക്കണില്ല കേട്ടോ. ഇവർക്ക് പാരമ്പര്യമായി കിട്ടിയൊരു കാര്യമാണ്, ചെവി പിടിക്കുന്നവർക്ക് ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ ചെവി പിടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ചോന്ന് വരുവരെല്ലാവരും. വൈശാട്ടനാണെങ്കിലും കട്ടയാണെങ്കിലും അല്ലും തുമ്പി ഹേസു എല്ലാവരും കണക്കാണ് കേട്ടോ. അപ്പോൾ ചെവി ഇവരെ ഒരു എന്താ പറയുക, മർമ്മപ്രധാനമായ ഭാഗമാണ് ഗൈസ്. പിന്നെന്താ വെച്ചാൽ
രണ്ട് സൈഡും മാർക്ക് ചെയ്തത് ഏകദേശം ഒരുപോലെ ആവണമല്ലോ. ഞങ്ങൾ അതാണ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ കുറച്ച് മേലേക്ക് അയക്കുന്നോ ഇവിടെ കുറച്ച് താഴേക്ക് അയക്കുന്നോ എന്ന് വെച്ചിട്ട് ഫുള്ള് മാർക്ക് ചെയ്ത് കറക്റ്റ് അല്ലേ നോക്കുകയാണ്. കാരണം എനിക്ക് എപ്പോഴുള്ള പ്രശ്നമാണ് ഇടത് ഭാഗം പിരികെഴുതും വലത് ഭാഗം വേറെ, അതായത് ഇടത്തും വലതും പിരികെഴുതി കഴിഞ്ഞാൽ വേറെ വേറെ പോലെ തോന്നും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ പ്രശ്നമുണ്ടോ? എനിക്കുണ്ട് ഗൈസ്, രണ്ടും ഒരുപോലെ എഴുതാൻ എനിക്കിപ്പോഴും അറിയില്ല. അപ്പോൾ ആ കാര്യം കൊണ്ട് തന്നെ ഇതൊരു ടെൻഷനാണ്. കാരണം കുത്തിക്കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ടല്ലോ, കട്ടയ്ക്ക് ഇപ്പോഴേ ടെൻഷൻ തുടങ്ങി കേട്ടോ. കല്യാണീൻ്റെ ആഗ്രഹമായിരുന്നു കട്ടേൻ്റെ മടിയിൽ വെച്ചിട്ട് കാത് കുത്തണം എന്നുള്ളത്. അപ്പോൾ കട്ട ഉള്ളപ്പോഴാണല്ലോ, കാരണം ഇവിടെ ചടങ്ങുകൾക്കൊന്നും കട്ടേനെ അങ്ങനെ കിട്ടിയിട്ടില്ല, 28-ന് ഉണ്ടായിട്ടില്ല. അപ്പോൾ കാത് കുത്തിനുണ്ടായി, പക്ഷേ ചോറൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ കട്ട ഉള്ളപ്പോൾ തന്നെ കാത് കുത്തച്ചിട്ടാണ് ഇപ്പം തന്നെ പോയി കാത് കുത്തിയത് കേട്ടോ. തുമ്പിക്ക് ഇതിന് മുന്നേ കുത്തിയിട്ടുണ്ട്. ഇവർക്ക് ഇപ്പോൾ 4 മാസം ആവാനായില്ല, 3 മാസം കഴിഞ്ഞല്ലോ. തുമ്പിക്ക് എനിക്ക് തോന്നുന്നു 3 മാസത്തിന് മുന്നേ കുത്തിയിട്ടുണ്ട്. തുമ്പിക്ക് കഴിയുന്ന വേഗം കുത്തുന്നത് തന്നെ നല്ലത്, കുറേ കഴിയുമ്പോൾ വേദന കൂടത്തേ ഉള്ളൂ. അങ്ങനെ അത് ഓരോരുത്തരും ഇഷ്ടം കേട്ടോ. ഇപ്പോഴും കാത് കുത്താത്ത ആരൊക്കെയുണ്ട്? കഴിഞ്ഞ കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടായിരുന്നു, ഹേസുവിൻ്റെ കാതുകുത്തിൻ്റെ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്കൊക്കെ 28-ന് കുത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഹേസുവിൻ്റെ കാത് കുത്താൻ പോവാണ് ഗൈസ്. ഇപ്പം കുത്തും എന്ന് പറഞ്ഞ് ഞങ്ങൾ കുറേ നേരം നോക്കി നിന്നതിന് ശേഷമാണ് കുട്ടി ഒന്ന് വെച്ചത്. കാരണം ഭയങ്കര ബലം പിടിക്കലാട്ടോ അവൾ. അപ്പോൾ ഞങ്ങൾക്ക് പേടിയാണ്, കാരണം കുത്തുന്നത് മാറിപ്പോയാൽ കഴിഞ്ഞില്ലേ. അതുകൊണ്ട് ഞങ്ങൾ അവളെ ഒന്ന് ഒതുക്കാൻ വേണ്ടി നോക്കുക. പക്ഷേ അവൾ കരച്ചിലുണ്ടല്ലോ, ഇപ്പം അല്ലും തുമ്പിയൊന്നും കരയണമല്ലോ, അവൾ വേറെ സ്റ്റൈൽ കരച്ചിലാണ്. കരച്ചിൽ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ നിർത്തൂല കേട്ടോ. അത് കുളിപ്പിക്കുമ്പോഴാണെങ്കിലൊക്കെ ഹേസും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് കേട്ടത് ശീലമായി. ഞാനും കല്യാണിക്ക് ഇതിനുമായിട്ട് അഡാപ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ എന്തായാലും എങ്ങനെയൊക്കെയോ ഒരു വിധത്തിലാണ് ഞങ്ങൾ ആ കാതുകുത്ത് അങ്ങോട്ട് നടത്തിയത്. പക്ഷേ എനിക്ക് പാവം തോന്നുകയും ചെയ്യുന്നുണ്ട് കേട്ടോ, കാരണം ഇങ്ങനെ വേദനിക്കല്ലോ എന്നുള്ള ഒരിതുണ്ട്. കട്ടയൊക്കെ മുഖം തിരിച്ചു വെച്ചതിലാണ് ഉള്ളത് കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ കുത്തി. അപ്പോൾ അതേ കല്യാണി എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, വേദന അറിയുന്നതിന് മുമ്പ് അപ്പുറത്തും കൂടെ കുത്തിക്കാനുള്ളത്, രണ്ടും കുത്തി കഴിഞ്ഞ് എടുത്തോ എന്ന് പറഞ്ഞ് അങ്ങനെ അപ്പുറത്തും കൂടെ കുത്താനുള്ള പരിപാടിയിലാണ്. കട്ടേൻ്റെ കിളി മൊത്തത്തിൽ പറന്നുണ്ട്. ആക്ച്വലി വൈശാഖേട്ടൻ തുമ്പിയുടെ കാതുകുത്തിന് ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ, പുറത്തായിരുന്നു. അപ്പം അപ്പവും കട്ടയും ഞാനും കല്യാണിയും ഒക്കെ കൂടെ പോയിട്ടാണ്, റീനമ്മയൊക്കെ കൂടെ പോയിട്ടാണ് തുമ്പീൻ്റെ കാത് കുത്തിയിട്ടുണ്ടായിരുന്നത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. യെസ്, അല്ലുട്ടൻ അറിയാം ഇതിൻ്റെ വേദന, അതുകൊണ്ട് തന്നെ ഓന് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. ഹേസുവിന് കാത് കുത്താൻ അമ്മേ ഞാൻ എന്നാ വരുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞിന്. അങ്ങനെ അവൾ കരച്ചിൽ തുടങ്ങിയപ്പോൾ വേഗം പുറത്തേക്ക് പോയി. അപ്പോൾ പിന്നെ അവൾ ഓക്കെ കേട്ടോ, അവൾ കരച്ചിലൊക്കെ മാറി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടുത്തെ കളക്ഷൻസൊക്കെ അവർ കാണിച്ചപ്പോൾ ഇങ്ങനെ വെറുതെ നോക്കി കേട്ടോ. ഇത് മിഞ്ചിയാണ്, മറ്റേ അവളെടുത്തത്, കല്യാണം എടുത്തത് റിംഗ് ആയിരുന്നു. എടുത്തിട്ടില്ല, ഞങ്ങൾ ജസ്റ്റ് അവൾ കാണിച്ചപ്പോൾ നോക്കിയതേ ഉള്ളൂ. ഹേസും ഓക്കെ ആയി. അതല്ലെങ്കിൽ ഇവർക്ക് കാത് കുത്തിക്കഴിഞ്ഞാൽ അപ്പം ഉണ്ടാകുന്ന ഒരു കരച്ചിലേ ഉണ്ടാവും, പിന്നെ അവരങ്ങനെ മറന്നു പോകും. പക്ഷേ വീട്ടിലെത്തിയാൽ വേദന അറിയുന്നില്ല. പക്ഷേ ഹേസു അലമ്പൊന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. തുമ്പി അതെ അങ്ങനത്തെ കാര്യത്തിലൊന്നും അലമ്പുണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഹേസുവിനെ കണ്ടപ്പോൾ പാവം തോന്നിയിട്ടോ. ഓൾറെഡി ചെറിയൊരു റണ്ണിങ് നോസ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടെ കരച്ചിലും കൂടെ ആയപ്പോൾ പാവം എൻ്റെ കുട്ടി കൈ കുടിച്ചാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ മിറർ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കണ്ടോ, ഇറ്റികളൊക്കെ എന്താ പറയുക, ഇച്ചിരി നേരം എടുക്കുമ്പോഴത്തേക്കും അങ്ങോട്ട് ഓടുക, പിന്നെ ഞാൻ പിടിച്ച് വലിച്ച് അടുത്തതും എടുക്കും കേട്ടോ. എൻ്റെ അടുത്ത് അവരുടെയൊക്കെ കളി. വൈശാട്ടനാണെങ്കിൽ കല്യാണിയാണെങ്കിൽ കട്ടയാണെങ്കിൽ ഇച്ചിരി നേരമൊക്കെ നിന്ന് തരും, പിന്നെ അവരൊരു പോക്കാ. പക്ഷെ ഞാൻ മാത്രമാണ് അവിടെ നിന്ന് എടുത്തുകൊണ്ടേയിരിക്കുന്നത്, മനസ്സിലായില്ലേ? ഞാനുള്ളതുകൊണ്ട് എന്താ, ഇവർക്കൊക്കെ കുറേ മെമ്മറീസ് ഉണ്ടാവും. ഇവരാരും ഇങ്ങനെ ഫോണിൽ എല്ലാം ഇങ്ങനെ എടുത്തേക്കുന്ന ആളല്ല. കല്യാണി പിന്നെ ഇപ്പം എടുത്തേക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ. ഏജ് ഉണ്ടായതിനു ശേഷം, അതായത് അവളെ കുളിപ്പിക്കുന്ന വീഡിയോ, അവളെ കളിപ്പിക്കുന്നത്, അവൾ തിരിയണത് മറിയണതൊക്കെ അവൾ എടുത്തേക്കുന്നുണ്ട്. വൈശാട്ടനും കട്ടേന്ന് അങ്ങനെ എപ്പോഴും മെമ്മറി സൂക്ഷിക്കുന്ന ആളല്ല. വൈശാട്ടൻ വല്ലപ്പോഴൊക്കെ ഞാൻ അറിയാണ്ട് ഫോട്ടോസ് എടുക്കുന്നതൊക്കെ പിന്നീട് എനിക്ക് അയച്ചു തരാറുണ്ട്. അപ്പം ഞാൻ ഞെട്ടും, ഇതൊക്കെ എപ്പോൾ എടുത്തു എന്ന് ചോദിച്ചിട്ട്. അങ്ങനെ അല്ലാതെ ഇവരങ്ങനെ എല്ലാം എടുത്ത് സൂക്ഷിക്കുന്ന ആളല്ല. പക്ഷെ ഞാൻ എവിടെ ചെന്നാലും ഞാൻ വീഡിയോസും ഫോട്ടോസും ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക, അതിൻ്റെ ഒരു ശീലമാണ്. അതിൽ ഞാൻ ഇവരെയും കൂടെ ഉൾപ്പെടുത്തും. പിടിച്ച് വെച്ചിട്ടാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കും കേട്ടോ. അപ്പോൾ കല്യാണിക്കൊന്നും അത്ര, അതിനാരൊക്കെ ചോദിച്ചാൽ കല്യാണി സൈലൻ്റ് ആണോ കമൻറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നേ. ആക്ച്വലി അവൾ സൈലൻ്റ് എന്നല്ല, അവൾക്ക് കംഫർട്ടായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് അവൾ ഭയങ്കര ഓപ്പണായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കും. എന്ന് വെച്ചിട്ട് ഞാൻ പറയുമ്പോൾ ബ്ലാ 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 പറയില്ല. പക്ഷെ അവൾ എൻ്റെ അടുത്ത് ബ്ലാ ബ്ലാ ആണ് കേട്ടോ. ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ബ്ലാ, ഞാൻ എല്ലാവരുടെ അടുത്തും ബ്ലാ ബ്ലാ ആണ്, അവൾ എൻ്റെ അടുത്ത് മാത്രം ബ്ലാ ബ്ലാ ആണ്. ഓക്കെ, അങ്ങനെ അവൾക്ക് കംഫർട്ടായിട്ടുള്ളവരുടെ അടുത്ത് അവൾ ഭയങ്കര ക്ലോസ് ആയിരിക്കും, ഭയങ്കര ഓപ്പൺ ആയിരിക്കും, ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും. എല്ലാവരുടെ അടുത്തും പോയിട്ട് ഞാൻ പറയുന്ന പോലെ പറയില്ല കേട്ടോ. പിന്നെ അതാ കട്ട പോയി ലഡുവൊക്കെ വാങ്ങിച്ചിട്ട് വന്നു, അവിടെയും കൊടുത്തു. നമുക്ക് വീട്ടിൽ കൊടുക്കാനുള്ളതും ഒക്കെ വാങ്ങിച്ചിട്ട് വന്ന് ഞങ്ങൾ തിരിച്ച് പോവാണ് ഗൈസ്. ഇപ്പം അലമ്പൊന്നുമില്ല. ഞങ്ങൾ വീട്ടിലെത്തി അലമ്പാവെന്നൊക്കെ പേടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അവൾ നമുക്ക് അധികം പണിയൊന്നും തന്നിട്ടില്ല. അങ്ങനെ നമ്മൾ പോവാണ്. വൈശാട്ടൻ നല്ല സൈഡായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് വേണം ഡോക്ടറെ കാണിക്കാൻ പോകാൻ വേണ്ടിയിട്ട്. ഞാനും വൈശാട്ടനും സൈഡാണ്, പക്ഷേ എന്നേക്കാൾ സൈഡാണ് വൈശാട്ടൻ, തീരെ വയ്യാനും. അങ്ങനെ ഞങ്ങൾ പോണ വഴിക്ക് തന്നെ ഗീ മൈസൂർ പാക്ക് എൻ്റെ ഫേവറേറ്റ് ആണ്. അത് ഞാൻ അവൻ വാങ്ങിച്ചപ്പോൾ ഞാൻ അവിടെ തന്നെ പൊളിച്ച് ഞാൻ കഴിച്ചു തുടങ്ങി. ഇനി ഇതാ വീട്ടിലെത്തി അമ്മ കാത് കുത്തിയെ കാണാൻ വേണ്ടിയിട്ട് ഓടി വരികയാണ് കേട്ടോ.
ഞാൻ വിചാരിച്ചു ഹേസ് ഉറങ്ങുകയാണെന്ന്. പക്ഷെ ഉറങ്ങുന്നില്ലായിരുന്നു. കുട്ടി കാഴ്ചയും കണ്ട് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. കൈ എപ്പോഴും അവളങ്ങനെ ഏട്ട പിടിക്കുക. എനിക്ക് ഇഷ്ടമാണ് അവളങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ അമ്മ എടുത്ത് ഇനിയിപ്പോൾ എല്ലാവരെയും കൊണ്ടുപോയി കാണിച്ചു കൊടുക്കട്ടെ. കാത് കുത്തിയതൊക്കെ നല്ല മഴയൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളിന്ന് പായസം വെക്കണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ വേറെ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ആ പായസം വെക്കലങ്ങോട്ട് മാറി കിട്ടി. ഇന്ന് ഉച്ചയ്ക്ക് സാമ്പാറും ഉപ്പേരിയൊക്കെ ഉള്ള ഫുഡായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ വൈകുന്നേരം വേറെ പരിപാടി ഉണ്ട്. എന്താ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ അച്ഛനൊക്കെ കാണിച്ചു കൊടുത്തു കേട്ടോ. വേദനയായോ കുട്ടിയെ എന്നാണ് കേട്ടോ എല്ലാവരും ചോദിക്കുന്നത്. ആക്ച്വലി കല്യാണിയുടെ അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് നിന്ന് ഒരാദ്യം പറഞ്ഞത് ഇപ്പം കുത്തണ്ടടി കുറച്ച് കഴിഞ്ഞിട്ട് കുത്താന്നായിരുന്നു കേട്ടോ. കല്യാണി അച്ഛനൊക്കെ പറഞ്ഞ് കുത്തി കഴിഞ്ഞിട്ട് അവൾ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. എന്നാലും കുത്തിയല്ലോ, അത് കഴിഞ്ഞല്ലോ അങ്ങനെ വിചാരിക്കാം. അങ്ങനെ പിന്നെ അതാ മൂത്തച്ഛനും കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു കാത് കുത്തിയത്. എന്നിട്ട് മധുരമൊക്കെ കൊടുത്തു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും, അതായത് ഞാനും വൈശാഖനും കൂടെ ഈ പോകുന്നത് ഹെൽത്ത് സെൻ്ററിലേക്കാണ് കേട്ടോ. വൈശാഖിന് നല്ല പനിയും എനിക്ക് ജലദോഷമൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ ചെന്നപ്പം അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചിക്ക് നമ്മൾ അറിയാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒ പി ഷീറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. വൈശാഖിന് ഒ പി ഷീറ്റിൽ വയസ്സ് പറയുന്നത് കേട്ട് ഞാനൊന്ന് ഞെട്ടി. ഈ മനുഷ്യൻ്റെ വയസ്സ് അറിയൂലേ? കാരണം ഞാനും ഏട്ടനും തമ്മിൽ 2 വയസ്സ് വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ വൈശാഖിന് 30 അങ്ങോട്ടേക്ക് പോകാൻ മൂപ്പർക്ക് താല്പര്യമില്ല. മൂപ്പർ അവിടെ സ്റ്റെക്കാണെങ്കിൽ ഞാനും അവിടെ സ്റ്റെക്കാണ്. വൈശാഖിന് ഇപ്പോൾ 30 കഴിഞ്ഞ് അങ്ങോട്ട് പോകണം. അപ്പോഴേ ഞാൻ എൻ്റെ 28 കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവുള്ളൂ. അതുകൊണ്ട് വൈശാഖിന് എത്രയാണോ പറയണത് അതിന് 2 വയസ്സ് കുറച്ച് ഞാൻ പറയാറുള്ളൂ കേട്ടോ. അപ്പോൾ ഏട്ടൻ ഇവിടെ വയസ്സ് പറയാനായിട്ട് ഞാൻ ആദ്യം ചിരിച്ചു. ഏട്ടൻ 2 വയസ്സ് കുറച്ചോ എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ അതിന് 2 വയസ്സ് കുറച്ച് ഞാനും അങ്ങ് പറഞ്ഞു. എൻ്റെ അടുത്ത ഏട്ടൻ്റെ കളി. ഇതെങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒ പി ഷീറ്റൊക്കെ വാങ്ങിച്ചിട്ട് നേരെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി കാണിക്കുകയാണ് ചെയ്തത്. ആക്ച്വലി മക്കളെ ഇപ്രാവശ്യത്തെ പനി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നല്ല ജോയിൻറ്റ് പെയിൻ ആണ്. നിങ്ങൾക്ക് ആർക്കൊക്കെ പനി കിട്ടിയിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്തേക്കൂട്ടോ. വൈശാഖം കിടപ്പുണ്ട്. ഞാൻ ദൈവമേ ഇനിയിപ്പോൾ ഹോസ്പിറ്റലൊക്കെ പോയി ഞങ്ങൾ അഡ്മിറ്റ് ആവേണ്ടി വരുമെന്ന്. കാരണം അമ്മാതിരി ഉണ്ടായിരുന്നേ. ഇതിപ്പോൾ എന്തിനാ ശരിക്കും വെച്ചാൽ ഗള്ള വയസ്സ് കുറച്ച് പറഞ്ഞല്ലേ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടാണ്. ഫീവർ കേസസ് ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ലൊക്കാലിറ്റി തന്നെ ഒരുപാട് പേർക്കുണ്ട്. അപ്പോൾ ശരിക്കും നമ്മളത് കറക്റ്റായിട്ട് ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കുക തന്നെ ചെയ്യണം. അല്ലാതെ നോർമലി പാരസെറ്റമോൾ കഴിച്ചിട്ട് വീട്ടിലിരിക്കരുത്. കാരണം എന്ത് തരത്തിലുള്ള പനിയാണ് വന്നത്, ഡെങ്കി ആണോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും കൗണ്ട് കുറഞ്ഞിട്ടുണ്ടോ കൂടിയിട്ടുണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ ഡോക്ടറെ കാണിച്ചേ പറ്റൂ. പനിയാണെന്ന് ഒരു അഹംഭാവം ഇല്ലാത്തൊരു മനുഷ്യനെ ഞാൻ കാണിച്ചു തരാം. തലയ്ക്കും അയ്യോ എന്ത് സാധാരണ 30 പറയല്. ഇപ്പൊ എത്ര വയസ്സായി? അച്ഛൻ അറിയാന്ന് പറഞ്ഞോണ്ട് പിന്നെ ചിലപ്പോ അച്ഛൻ ചിലപ്പോ 40 പറഞ്ഞിട്ടുണ്ടാവുക. അച്ഛൻ 40 പറഞ്ഞിട്ട് മോൻ 30 പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. അതുകൊണ്ട് ഏട്ടൻ കുറച്ച് കൂട്ടിയാ. ശരിക്കും എത്രയായി പറഞ്ഞോടുക്ക്? ശരിയോ കണ്ടോ ഏട്ടൻ തരാം 30 അങ്ങോട്ട് പോകാത്തോണ്ട് ഞാനും അങ്ങോട്ടേ പോണില്ല ഗൈസ്. ഏട്ടനേക്കാൾ 2 വയസ്സ് കുറവാണ് എനിക്ക്. അപ്പൊ എനിക്ക് എത്ര 28. ഏട്ടൻ എപ്പോ 30 അങ്ങോട്ടേക്ക് നീങ്ങുന്നു അപ്പൊ ഞാനും 28 അങ്ങോട്ട് നീങ്ങും. അതാണ് എന്റെ ഏജ്. എനിക്ക് നിർബന്ധമുണ്ട്. എന്നോട് എല്ലാരും വയസ്സ് ചോദിക്കലുണ്ടേ. മനസ്സിലായോ? അതാണ് കാര്യം. അസൂയാണ് കേസ്. അസുഖാണ് പോലും ഏട്ടനേക്കാൾ കൂടുതലേക്ക് ഉണ്ടാവരുത്. എനിക്കും സുഖമല്ല കേസ്. പക്ഷെ ഏട്ടനെ സമ്മതിക്കില്ല. ഏട്ടനാണ് ഏറ്റവും കൂടുതൽ സുഖമില്ലായിക. എനിക്ക് ഇങ്ങനെ കിടക്കാൻ ഒരു താല്പര്യമില്ല. അവസ്ഥയായി പോയിട്ടാ. എന്റെ സൗണ്ട് മാറിയിട്ടുണ്ടോ നിങ്ങൾ പറയണം. വൈശേട്ടൻ പറഞ്ഞു മാറിയില്ല. പക്ഷെ എനിക്ക് നല്ല കൊണ്ടുപോകാനുണ്ട്. പക്ഷെ എനിക്ക് വീഡിയോ കുറെ എഡിറ്റ് ചെയ്യാണ്ട്, കുറെ വീഡിയോ എടുക്കാണ്ട്. ഈ വീട് നല്ല വീടാണല്ലോ, ഷൂട്ട് ചെയ്യാൻ പറ്റിയിരിക്കല്ലോ. അറിയോ അവരൊക്കെ ഇല്ലേ? നമ്മൾ പരിചയപ്പെടണം. ഇങ്ങനെ കുപ്പികളൊക്കെ ഇട്ടിട്ട് ആശുപത്രിയിൽ പനിക്ക് കാണിക്കാൻ പോകുന്നൊക്കെ രസാ അല്ലേ? കുപ്പികളെ ഇഷ്ടായോ ശരിക്കും? വയ്യാണ്ട് കിടന്നാലും റൊമാൻസിനൊരു കുറവുണ്ടാവാൻ പാടില്ല എന്ന് ആരോ പറഞ്ഞു കേട്ടിട്ടില്ലേ? ആരാ പറഞ്ഞത്? ഞാൻ റൊമാൻറ്റിക് അല്ലേ? അങ്ങനെ ആര് പറഞ്ഞു? അയ്യോ ഗൈസ്, ഞാനാണ് റൊമാൻറ്റിക്. നിങ്ങൾ പറ, കണ്ടിട്ട് ആരെയാ തോന്നുന്നേ? ചേട്ടനെയാണോ എന്നെയാണോ? കണ്ടിട്ട് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നതല്ലത്. അത് ഓരോരുത്തരുടെ ക്യാരക്ടറാണ്. അതെ, ഏട്ടനൊന്നും നോക്കട്ടെ. ഞാൻ റൊമാൻറ്റിക് ആയിട്ടുള്ള റൊമാൻറ്റിക് ആയിട്ട് നോക്കി തന്നെ വീഡിയോ എടുത്ത് വീഡിയോ കാണുന്ന പരിചയമുള്ളൂ.
എന്താ വീഡിയോ കാണുന്ന പോലെ അല്ലേ ഞാൻ റൊമാൻറ്റിക് ആണോ റൊമാൻറ്റിക് അല്ലേ എന്ന് ഏറ്റവും കൂടുതൽ അറിയുന്നത് ഞാനാണ്. അങ്ങനെ നന്ന് റൊമാൻറ്റിക് ആയിട്ടൊന്നും അങ്ങോട്ട് നോക്കിയേ. രണ്ട് കണ്ണും ചോന്നെടുക്കണം. ശ്വാസം എടുക്കാൻ വായക്കൂടെ ശ്വാസം എടുക്കണത്. പക്ഷെ റൊമാൻസ് കുറയ്ക്കാൻ പാടില്ല ഗൈസ്. നമ്മള് വീട്ടിലെത്തിയിരിക്കാണ്. റൊമാൻറ്റിക് ആയിട്ട് നോക്കിയുടെ കൊട്ട ഇങ്ങനത്തെ ഓരോ സാഹചര്യം കിട്ടിയണ്ടല്ലോ. സുഖമല്ലാതെ കൂടെ വൈശായിട്ട് അവര് കുഴപ്പമില്ല, വാ കയ്യില് പോവാറ്. അങ്ങനെ വേണം, നമ്മൾ തളർന്ന് കിടക്കരുത് അല്ലേ ഗൈസ്. ഇങ്ങനെ ഒരു സുന്ദരി കുട്ടീനെ കിട്ടിയ ഏട്ടന്റെ ഭാഗ്യം എന്ന് വിചാരിച്ചോ അല്ലേടാ. കിട്ടിയതല്ല, ഞാൻ നേടിയെടുത്തതാ. മാസ ഡയലോഗ്. കിട്ടിയതൊന്നും പറയല്ലേ. കിട്ടിയെന്നെ, പോയാ പോട്ടെ വെച്ചങ്ങ് വന്ന തന്നെയാ. അങ്ങനെ വന്ന് കയറിയപ്പോൾ തന്നെ അച്ഛന് നൈസായിട്ടൊരു പണി കൊടുത്ത്. അവിടെ നിന്ന് ഏതൊക്കെയോ ചേച്ചിമാർ അച്ഛനെ ചോദിച്ചിരുന്നു, ഇപ്പം എന്താ ആശുപത്രിയിലേക്കൊന്നും വരാത്തതെന്നൊക്കെ ചോദിക്കുന്നത്. എന്തോ പറയാണ് കേട്ടോ ഉഷേ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മേനോട് അച്ഛൻ നൈസായിട്ടൊന്ന് പേടിച്ച് വയ്ക്കുന്നത്. എനിക്കിപ്പോ എന്താലേ അങ്ങനെ പറയാമേ. ഇത് വൈശാഖിൻ്റെ വല്യമ്മയുടെ മോളും ഹസ്ബൻഡും ആണ് കേട്ടോ. അപ്പോൾ അവരും വന്നിട്ടുണ്ടായിരുന്നു. ഗൈസ്, ഉച്ചയ്ക്ക് നമ്മൾ സാമ്പാറും ചോറും ഒക്കെ ആയിരുന്നെങ്കിലും രാത്രി നമ്മൾ കപ്പയും നാടൻ കോഴിക്കറിയായിരുന്നു കേട്ടോ. ഈ നാടൻ കോഴി എങ്ങനെയാണ് കവറിനുള്ളിലായതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു കോഴി ഉണ്ടായിരുന്നു. അത് അല്ലൂസിനെ പറന്ന് കൊത്തുക. എപ്പോൾ കുട്ടീനെ പുറത്തുവന്നാലും പറന്ന് കൊത്തുക. പുറത്ത് നിന്നിട്ട് 3 വര ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ നഖം കൊണ്ടതിൻ്റെ. അപ്പം നമ്മൾ വിചാരിച്ചു ഒരു ദിവസം ഇതിനെ സപ്പറാക്കുമെന്ന്. അങ്ങനെ നമ്മളതിനെ സപ്പറാക്കി. സപ്പർ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആരെയൊക്കെ ക്ഷണിച്ചു? ചെറിയച്ഛനെയും ചെറിയമ്മയും ക്ഷണിച്ചു. നാടൻ കോഴിക്കറി ആയാലും വേണ്ടിയില്ല, വീട്ടിൽ ആൾക്കാരുണ്ടായാലും വേണ്ടിയില്ല. സീരിയൽ അത് അച്ഛൻ കാണാതിരിക്കില്ല. അച്ഛനാണ് കാര്യമായിട്ട് സീരിയൽ കണ്ടോണ്ടിരിക്കുമ്പോൾ ഞാൻ വേക്കുന്ന വീടെടുത്ത് അച്ഛന്ന് വിളിച്ചപ്പോൾ അച്ഛൻ അയ്യോ അടുത്തത് നിൻ്റെ നെഞ്ഞത്തേക്കാണല്ലോ ദൈവമേ എന്നാണ് അച്ഛൻ വിചാരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ കപ്പ, അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കറി. ഇനി എൻ്റെ മോനെ കൊത്തുമോന്ന് അന്ന് ഞാൻ ഓങ്ങി വെച്ചതാണ്. എൻ്റെ കുട്ടി ശരിക്കും പേടിച്ചു കേട്ടോ. സൈക്കിളിൽ ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പാറി കൊത്തി തൂങ്ങി ആടുന്നുണ്ടായിരുന്നു. ഓടിച്ചെന്ന് ഞാൻ പിടിച്ചു മാറ്റിയതാണ്. അങ്ങനെ നമ്മൾ നൈറ്റ് സപ്പർ സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ കഴിക്കാൻ പോവുകയാണ്. ഓക്കെ, ഇന്ന് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. നമ്മളെ ചെറിയമ്മേൻ്റെ ബർത്ത്ഡേയും കൂടെ ആയിരുന്നു കേട്ടോ. അതെങ്ങനെയോ അങ്ങനെ കോയിൻസൈഡ് ചെയ്ത് പോയതാണ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ്. എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കൽ നടക്കൂല. അതുകൊണ്ട് ഓരെല്ലാവരും അവിടെ ഇരുന്ന് ആ സമയം ഞങ്ങൾ അപ്പുറത്തുനിന്ന് കഴിച്ച് കല്യാണി കുഞ്ഞിന് പാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് കൊണ്ടുപോയതാണ് കേട്ടോ വാവേനെ. ഇത് ചെറിയച്ഛൻ്റെയും മക്കളെയും മെയിൻ ഹോബിയാണ് കേട്ടോ. കട്ടയും മക്കളും നമ്മൾ തെറ്റിക്കഴിഞ്ഞാൽ മക്കൾ കരയണ വരെ ഓൻ വെറുപ്പിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ഓൻ തന്നെ പോയി സമാധാനിപ്പിച്ചോളും. അങ്ങനെ ഇതൊക്കെ ആയിരുന്നു നമ്മുടെ ഹേസുവിൻ്റെ കാതുകുത്ത് ഡേ സ്പെഷ്യൽ. സോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ സീ യു. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മൾ എന്തെങ്കിലും സജഷൻസ്, എന്തെങ്കിലും വീഡിയോസ് ചെയ്യാനുള്ള സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗായ്സ്. ടാറ്റ ബൈ.